എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതൊരു നൂതനമായിട്ടുള്ളൊരു ആശയമാണ്. അതായത് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ പോലുള്ള നമ്മുടെ ധൻ ചാർട്ടിൽ നിങ്ങൾക്ക് ഈ റീപ്ലേ മോഡ്സ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നമ്മളൊരു ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻ്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റീപ്ലേ മോഡിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ EMA ക്രോസ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിംഗ് മോഡൊക്കെ നമുക്ക് എങ്ങനെ സ്കാൽപ്പിംഗ് മോഡ് നമുക്ക് ട്രേഡ് എങ്ങനെ എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യാം, എന്നാൽ ആ പ്ലാൻ ചെയ്യുന്ന ട്രേഡ്സ് നമുക്ക് എങ്ങനെ വിജയകരമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം ലാഭം കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് പരിശോധിക്കണമെങ്കിലും നമുക്കിപ്പോൾ ഒരു വകുപ്പുണ്ട്. ധൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കത് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് സ്ക്രീനിൽ നോക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് 1-2 സാമ്പിൾസ് കാണിച്ചു തരാം. നിങ്ങളതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യും. പ്രീമിയം ചാർട്ടിൽ യൂസ് ചെയ്യാം. കമ്മോഡിറ്റി ട്രേഡിങ്ങിന് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് മോസ്റ്റ്ലി കമ്മോഡിറ്റി രാവിലെ 9 o'clock സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് 11:30 വരെ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നൊരു സാഹചര്യത്തിലാണ് നമുക്ക് കമ്മോഡിറ്റീസ് ഉള്ളത്. സോ അത്രയും പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും EMA ക്രോസ് ഉപയോഗിച്ചിട്ട് 9 EMA ആൻഡ് 21 EMA ക്രോസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുറഞ്ഞ പക്ഷം 1-2 ട്രേഡ്സ് റീസണബിൾ ട്രേഡ്സ് നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനെ തന്നെ നമുക്ക് EMA ക്രോസ് പ്ലസ് ഈ പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് നമുക്ക് റീപ്ലേ മോഡ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് റിയൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ലോസിലാണോ പ്രോഫിറ്റിലാണോ നമ്മളൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് ഹിറ്റ് ആകുന്നുണ്ടോ, ഹിറ്റ് ആയാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, നമുക്ക് ആദ്യം ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്രൂഡ് ഓയിലിൽ നിങ്ങളിവിടെ നോക്കില്ല അറിയാം, ഞാൻ ഇപ്പോൾ ഈ കറണ്ട് മന്തിൻ്റെ ഓപ്ഷൻ ചെയിൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ചെയിനിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രൈക്സ് ഉണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൽ നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് ട്രയലൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാർ എങ്ങനെ എനിക്ക് പേപ്പർ ട്രേഡ് നടത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പേപ്പർ ട്രേഡ് നടത്തുന്നതിനേക്കാൾ നമുക്ക് ധന്നിലൂടെ തന്നെ നമുക്ക് റിയൽ ടൈം ട്രേഡ് മാതിരി തന്നെ നമുക്ക് ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് റീപ്ലേ മോഡ് ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് നടത്താം. അതിലൂടെ നമുക്ക് നമ്മുടെ ട്രേഡ് സക്സസ് റേഷ്യോ ആണോ, നമ്മളുടെ ഫൈൻഡിങ്സ്, നമ്മൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു, ആ സ്ട്രാറ്റജി എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഇവിടെ നോക്കൂ, ക്രൂഡ് ഓയിൽ മിനി ഓപ്ഷൻ ചെയിനിൽ നിന്നും ക്രൂഡ് ഓയിലിൻ്റെ കറണ്ട് ഇതിലേക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ചാർട്ട് തന്നെയാണ്. ഇത് ധനിൻ്റെ ചാർട്ട് ലിങ്ക് ഉണ്ട്. ട്രേഡിംഗ് വ്യൂ എന്നാണ് അതിനൊക്കെ പേര് കൊടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു പേജ് വരും. സോ ഇവിടെ നിന്ന് നോക്കൂ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ടോപ്പ് മെനൂസിൽ ഇവിടെ ഈ റീപ്ലേ മോഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നോക്കൂ, റീപ്ലേ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. റീപ്ലേ മോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഈ ഒരു പേജിൽ നമ്മൾ ലാൻഡ് ചെയ്യും. ഇതാണ് റിപ്ലൈ മോഡ്. റീപ്ലേ മോഡിൽ ഇപ്പോൾ 1 ഡേയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ 5 മിനിറ്റ്സിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുക. കാരണം നമുക്ക് സ്കാൽപ്പിംഗ് മോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സ്കാൽപ്പിംഗ് മോഡ് യൂസ് ചെയ്യും. സ്കാൽപ്പിംഗ് മോഡ് ഞാൻ പൊതുവേ 5 മിനിറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. 3 മിനിറ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, 15 മിനിറ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. ബട്ട് ബെറ്റർ ഫോർ ആൻ ഔട്ട്ലുക്ക് നമുക്ക് 5 മിനിറ്റ്സിൻ്റെ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇനീഷ്യലി ഇവിടെ ഇപ്പോൾ ഈ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ, അതാണ് MA അല്ലെങ്കിൽ EMA ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളിവിടെ കാണുന്ന ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു റെഡ് ലൈനും പോകുന്നുണ്ട്, ഒരു ബ്ലൂ ലൈനും പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഏതാ ഇൻഡിക്കേറ്റർ? മൂവിങ് ആവറേജ് ക്രോസ് ഓവർ. ഇവിടെ EMA എന്ന് EMA ക്രോസ് എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ക്രോസ്. ഇതാണ് ഈ EMA ഈ ഇൻഡിക്കേറ്ററിൻ്റെ പേര്. ആ ഇൻഡിക്കേറ്ററാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. അതിനെ എന്താ ഞാൻ ചെയ്തേക്കുന്നത്, ബൈ ഡിഫോൾട്ടായിട്ട് വേറെ വാല്യൂ വരിക. ഞാനതിനെ വാല്യൂസ് ഇൻപുട്ടിലേക്ക് പോയിട്ട് ഞാൻ ഷോർട്ട് ആൻഡ് ലോങ് 2 ലൈൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ കണ്ട ലാൻഡ്. അത് ഷോർട്ട് EMA എന്ന് പറയുന്നത് 9 EMAയും ലോങ് EMA എന്ന് പറയുന്നത് 21 EMA ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കൺട്രോൾഡായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനെ ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്രോസ് ഓവർ ശ്രദ്ധിക്കുക. ഈ ക്രോസ് ഓവറിൻ്റെ പ്രത്യേകത എന്താണ്, ഇപ്പോൾ 2 EMAയും ഡയറക്ഷൻ ട്രെൻഡ് മനസ്സിലാക്കാനും നമുക്ക് ഏതുവരെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ ഉപയോഗിക്കുക. അതിലിപ്പോൾ എനിക്കിപ്പോൾ സപ്പോസ് ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ വന്നു. ഈ ക്രോസ് ഓവർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് 9 EMA ആൻഡ് 21 EMA ക്രോസിങ് ടുവേർഡ്സ് ഡൗൺ സൈഡ്, അത് ഡൗൺ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഗോ ഡൗൺ അല്ലേ? അപ്പോൾ അത് മാത്രമല്ല 9, 20, 21 ക്രോസ് ചെയ്ത് താഴ്പോട്ടേക്കും വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ക്രോസ് ഓവറിൽ നമ്മൾ ഇവിടെ ക്രോസ് ഓവർ ഇൻഡിക്കേറ്റർ കാണിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ വെയിറ്റ് ചെയ്യുക, അതിൻ്റെ അടുത്ത ക്യാൻഡിലും വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ കാണാൻ കഴിയും? ക്രോസ് ഓവർ കഴിഞ്ഞു, ക്രോസ് ഓവറിൻ്റെ വിത്ത് കൂടി വരികയാണ് താഴ്പോട്ടേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റും ഇതൊരു എന്ത് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം? ഇതൊരു എൻട്രി സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ അവിടെ നിന്ന് പ്രൈസ് ഏത് ടൈമിലാണോ പ്രൈസ് ഈ റേഞ്ചിൽ നിന്ന് താഴ്പോട്ടേക്ക് വരുന്നത്, ഇവിടെ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ എൻട്രി ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ ഹൈ ഏതാണ്? ഈ ഒരു ലെവലാണ് ഹൈ, അല്ലെ ഏറ്റവും റീസണബിൾ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ സ്റ്റോപ്പ് ലോസ് ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എൻട്രി, അപ്പോൾ ഈ എൻട്രി കളർ നമുക്ക് ഗ്രീൻ കൊടുക്കാം. സോ ഇപ്പോൾ നോക്കൂ, ഇതിനും പക്ഷെ നമ്മളെ എഗൻസ്റ്റ്, നമ്മുടെ ട്രേഡ് എഗൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ പോയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ. ഇനി ടാർഗറ്റ് ആണെങ്കിലോ, ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന് താഴെ വരുമ്പോൾ ആദ്യത്തെ ടാർഗറ്റ് എവിടെ വരുന്നു? ഫസ്റ്റ് ടാർഗറ്റ്. ഇത് ഏറ്റവും ലോ വന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. ടാർഗറ്റ് നമ്പർ 1 അതിന് നമുക്ക് ബ്ലൂ കളറിൽ കൊടുക്കാം. ടാർഗറ്റ് നമ്പർ 1. ദെൻ അഗെയിൻ ടാർഗറ്റ് ഇവിടെ വരെ, ഇതിന് വീണ്ടും താഴ്പോട്ടേക്ക് വന്നാലോ ടാർഗറ്റ് നമ്പർ 2 കൊടുക്കാം. ഈ ഒരു റേഞ്ച് ടാർഗറ്റ് കൊടുക്കാം. ഇതിനും താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് നമ്പർ 3 നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഇത്രയും റേഞ്ചസ് നമുക്കിവിടെ വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് നമ്മൾ എൻട്രി ലെവലാണ്. അപ്പോൾ റീപ്ലേ മോഡ് നമ്മൾ പ്രസ് ചെയ്യുക. റീപ്ലേ മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എൻട്രി വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഇപ്പോൾ റിപ്ലൈ മോഡ് വന്നു. കറക്റ്റായിട്ട് ഇതിപ്പോൾ റിയൽ ടൈം ട്രേഡിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് EMA ക്രോസ് 9 EMA 21 EMA ക്രോസ് ചെയ്യാൻ പോകുന്നു. വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളിപ്പോൾ ട്രേഡ് എടുക്കാൻ പാടില്ല. അതിന് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ക്രോസിങ് നടന്നു, വെയിറ്റ് ചെയ്യുക. സോ വി ഹാവ് ടു പ്രിപ്പയർ. അപ്പോൾ ഇതൊരു സപ്പോർട്ട് സോണായിട്ട് വർക്ക്. ഇനി തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് വേണം, പിന്നെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വേണം. പിന്നെ എപ്പോഴാണോ ഈ ഒരു റേഞ്ചിന് താഴ്പോട്ടേക്ക് വരുന്നത് അപ്പോഴാണ് എൻട്രി. ഓക്കെ, സോ ഇവിടെ നിന്ന് 1 by 1 ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അടുത്ത ക്യാൻഡിൽ നോക്കൂ, ഇവിടെ വന്നു. ഇത് നമുക്ക് ഓരോ ക്യാൻഡിൽ ഇവിടെ അടുത്ത ക്യാൻഡിൽ നോക്കൂ, ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നു, റീട്രേസ് ചെയ്ത് മേൽപോട്ടേക്ക് പോയി. ഇപ്പോഴും ഈ ക്യാൻഡിൽ ഇതിന് തിരിച്ചും ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് വൺ. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും അവിടെ നിൽക്കുന്നു. അപ്പോഴേക്ക് വീണ്ടും നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. നോക്കൂ, ഈ ക്രോസ് ഓവറിൻ്റെ ഇടയിൽ EMAs താഴ്പോട്ടേക്കാണ് ഡയറക്ഷൻ വ്യൂ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരികയാണ് കേട്ടോ. അടുത്ത് ഇനിയൊരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് താഴ്പോട്ടേക്ക് നിൽക്കുന്നു. ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ഇവിടെ വന്നപ്പോൾ സഡൻ ആയിട്ടൊരു ഡൗൺ സൈഡ് വന്നു. ദെൻ അഗെയിൻ വീണ്ടും തിരിച്ചു കയറി. സോ വെരി കെയർഫുൾ. ട്രേഡ് എൻട്രി എന്ന് പറയുന്നതാണ് നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓരോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും താഴ്പോട്ടേക്ക് വന്നു, പക്ഷേ എന്നിട്ട് തിരിച്ച് വീണ്ടും കയറി. അതിനർത്ഥം എന്താണ്? വെയിറ്റേജ് ഈസ് ഗോയിങ് ടു ഗോ ഡൗൺ എന്നുള്ളത് ഏതാണ്ട് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ലോട്ട് സൈസ് എല്ലാം റെഡി ആയിരിക്കുക. നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്? സെൽ സൈഡിലേക്കാണ് പോകേണ്ടത്. ഇത് ഫ്യൂച്ചേഴ്സാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സിന് നമുക്ക് ബൈയും സെല്ലും മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ആണെങ്കിൽ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷനൊക്കെ പോകണം. ഇപ്പോൾ ഫ്യൂച്ചേഴ്സിലാണ്. അത് ഇക്വിറ്റി പോലെ തന്നെയാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുക. ഇനി അടുത്തെന്താ നോക്കൂ, ഇനി ഒരു ലെഗ് അടുത്ത പോയിന്റ് നോക്കുക, വീണ്ടും താഴ്പോട്ടേക്ക് വന്നു, തിരിച്ച് മേളിലേക്ക് പോയി. അപ്പോഴും നമ്മൾ എൻട്രി ഇല്ല. അടുത്ത ക്യാൻഡിൽ ദിസ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ നോക്കൂ. അപ്പോൾ ഇത് ലൈവ് ട്രേഡ് വരുമ്പോൾ ചെറിയൊരു നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ക്യാൻഡിൽ നമ്മൾ റിപ്ലൈ മോഡിലായതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്യാൻഡിൽ അവിടെ വന്നു. പകരം നോർമൽ കേസിൽ എങ്ങനെ വരിക? ഇത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, വീണ്ടും ശക്തമായിട്ട് താഴ്പോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എൻട്രിയിലേക്ക് പോകാം നമുക്ക്. ബിക്കോസ് ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് കഴിഞ്ഞു, മാർക്കറ്റ് താഴ്പോട്ടേക്ക് വരാൻ ശക്തമായ പ്രചോദനം മാർക്കറ്റ് താഴ്പോട്ടേക്ക് വരാൻ ഉണ്ടെന്നുള്ളതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഏതാണ്? ഇതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ല് കൊടുക്കുന്നു. നോക്കൂ, നമ്മൾ പക്ഷേ ഇതിലിപ്പോൾ സെല്ല് കൊടുക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമുക്കിപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നു. ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെല്ല്
കൊടുത്തു, 0 നിൽക്കുന്നു. ഇനി എന്താ വേണ്ടത്? നമുക്ക് റിപ്ലൈ മോഡ് ഫ്രീ, ഓട്ടോമേറ്റഡ് ഫ്രീ മോഡ് കൊടുത്തു നോക്കാം, ഏത് വരെ പോകുന്നു നോക്കാം. റിപ്ലൈ മോഡ് ഓൺ ചെയ്തു. 1 by 1 നോക്കൂ, ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. ദെൻ അഗെയിൻ മേളിലേക്ക് പോയി വീണ്ടും. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതാണ്? ഇവിടെയാണ് കിടക്കുന്നത്. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ പേഷ്യൻസ് നമുക്കിവിടെ റിക്വയർമെൻ്റ് ആണ്. ബിക്കോസ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമുക്ക് എക്സിറ്റ് ചെയ്യണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ? 800 rupees ഇപ്പോൾ പ്രോഫിറ്റിലാണ്, 1000 പ്രോഫിറ്റിലാണ്. സെക്കൻഡ് ടാർഗറ്റിൻ്റെ റേഞ്ചിലേക്ക് വരികയാണ് മാർക്കറ്റ്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്യാം. ബിക്കോസ് ഇപ്പോഴും മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ. സെക്കൻഡ് ടാർഗറ്റിൻ്റെ അടുത്ത് വന്നു. സെക്കൻഡ് ടാർഗറ്റ് കണ്ടോ, ഓരോ ടാർഗറ്റ് എത്തുമ്പോഴും അവിടെ ഒരു ബൗൺസ് കൊടുക്കുന്നു. പിന്നെ അഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണോ 1400 പ്രോഫിറ്റ്. സോ ഈ ഒരു റേഞ്ചിൽ വീണ്ടും 1600 ആയി. ബിക്കോസ് വൈ? ഇത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി. വീണ്ടും ഇവിടെ നിന്നൊരു ബൗൺസ് കൊടുത്തു. ഇവിടെ പ്രീവിയസ്ലി ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് ഇത് വീണ്ടും തിരിച്ച് അതേമാതിരി അതിൻ്റെ ഒരു ബിഹേവിയർ ഇവിടെ വന്നു. ഇവിടുത്തെ അതേ റിയാക്ഷൻ ഇവിടെ കൊടുത്തു, ബൗൺസ് ചെയ്തു. വീണ്ടും നമ്മുടെ ടാർഗറ്റ് റേഞ്ച് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അഗെയിൻ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ബൗൺസ് ചെയ്തു. വീണ്ടും കണ്ടോ ഒരു സപ്പോർട്ട് ഏരിയ നോക്കും. പ്രീവിയസ് സപ്പോർട്ട് ഏരിയ എത്ര പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സപ്പോർട്ട് ഏരിയ വരുമ്പോൾ അതിൻ്റെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് കണ്ടോളൂ. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടുന്ന പാഠങ്ങളാണ്. സോ മാക്സിമം ടാർഗറ്റ് ഇവിടെ വരെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നോക്കൂ, ഇവിടെ നിന്ന് സഡനായിട്ട് ഒരു വലിയ സ്പൈക്ക് ഇവിടെ നിന്ന് പോയി. ഇപ്പോൾ നമ്മൾ മൈനസിലേക്ക് തിരിച്ചു പോയി കണ്ടോ. വീണ്ടും അവിടെ തിരിച്ച് താഴ്പോട്ടേക്ക് വരുന്നു. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ടാർഗറ്റ് ഏരിയ ദാറ്റ് വി ക്യാൻ എക്സിറ്റ് എന്ന് വേണം നമുക്ക്. ഞാനിപ്പോൾ നമ്മൾ എക്സാമ്പിൾ പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നു. ബട്ട് ആക്ച്വലി ഇവിടെ എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 1800 വരെ പോയിരുന്നു. ആ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. വീണ്ടും അത് പോയിട്ട് വീണ്ടും ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുന്നു. വീണ്ടും ഇതിനിടയ്ക്ക് ക്രോസ് ഓവറൊക്കെ മാറി. ശരിക്കും സ്കാൽപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ നോക്കൂ, തിരിച്ച് വീണ്ടും ക്രോസ് ഓവർ വന്നു. ഈ ഒരു ഏരിയ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ റൂൾ. തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്? ഇവിടെയാണ് നമ്മളുടെ എക്സിറ്റ് പോർഷൻ. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ തമ്പ് റൂൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു, സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. കണ്ടോ, സ്കാൽപ്പിംഗ് മോഡിലേക്ക് നമ്മൾ 5 minutes ക്യാൻഡിലൊന്നും നമ്മൾ തീർച്ചയായിട്ടും എന്താ പറയുക, ട്രേഡ് ബേസിസിൽ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ ഇങ്ങനെ ചുമ്മാ അങ്ങ് വിട്ടേക്കോ? ഒരിക്കലും വിടത്തില്ല. നമ്മുടെ ടാർഗറ്റ് റേഞ്ച് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അഗെയിൻ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തു. അതേമാതിരി അടുത്ത ഇനിയൊരു ഫുള്ളായിട്ട് ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യാം. വീണ്ടും നമ്മുടെ ഇത് കാണിക്കുന്നത് നോക്കൂ. നമ്മുടെ എക്സ്പെരിമെൻറ്റ് നമുക്ക് സക്സസ് റേറ്റ് എത്ര? 100% സക്സസ് ആണ്. പ്രോഫിറ്റ് ഫാക്ടർ സക്സസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട് വരെ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയെടുക്കാൻ പറ്റും. സോ ഇതേമാതിരി വേറൊരു ഇൻസ്ട്രുമെൻറ്റ് ഇതിൽ തന്നെ നമുക്കിപ്പോൾ ഓപ്ഷൻസിൽ നോക്കാം. ഇതിൻ്റെ നോക്കൂ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രീമിയം വൈസ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഇതൊരു പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് എടുത്തു. പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടിൽ അവിടെയും നമുക്ക് എന്തുണ്ട്? ഇത് പുട്ട് ഓപ്ഷൻ്റെ 1 day ചാർട്ടാണ്, 8250. അതിൻ്റെ നമുക്ക് റിപ്ലൈ മോഡിലേക്ക് പോയാൽ നമുക്കിവിടെ നമുക്ക് പ്രീമിയം ചാർട്ട്സ് ഏത് ചാർട്ടിൽ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന റിപ്ലൈ മോഡ്സ് നമുക്ക് ആക്റ്റീവ് ചെയ്യാം. ഞാനിതിപ്പോൾ 3 minutes കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്യാൻഡിൽസ് നമുക്ക് ഒത്തിരി കാണാൻ കഴിയും. ഇനി ഇവിടുത്തെ നമുക്ക് എന്താ വേണ്ടുന്നത്? അടുത്തത് നമുക്കിതിൻ്റെ ഇതിപ്പോൾ VWAP കിടക്കുന്നു. VWAP വേണ്ട. നമ്മുടെ ഇൻഡിക്കേറ്റർ ഏതാണ്? മൂവിങ് ആവറേജ് ക്രോസ് ഓവർ, EMA ക്രോസ് നമ്മൾ കൊടുത്തു. EMA ക്രോസിൽ എന്താ ചേഞ്ച് വരുത്തേണ്ടുന്നത്? നമുക്ക് ചേഞ്ച് വരുത്തേണ്ടുന്നത് എത്രയാണ്? 9 and 9 ഡിഫോൾട്ടിലുണ്ട്. 26 പകരം 21 കൊടുക്കുക. 21 കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ദെൻ സ്റ്റൈൽ പോവുക. നിങ്ങൾക്ക് ഷോർട്ട് EMAക്ക് റെഡ് പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ റെഡ് കൊടുക്കുക. റെഡ് കൊടുത്തിട്ട് അതിൻ്റെ തിക്നെസ് വലുതാക്കുക. ദെൻ ലോങ് EMAക്ക് ഞാൻ ബ്ലൂ ആണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കൺവീനിയൻസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. സോ ഈ രീതിയിൽ നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നോക്കൂ. ഇവിടെ സ്കാൽപ്പേഴ്സിനെ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടും വേറെ ഒരു ഇൻഡിക്കേറ്ററും വേണ്ട. നിങ്ങൾക്ക് EMA ക്രോസ് മാത്രം മതി. റിപ്ലൈ മോഡ് നോക്കൂ. ഇവിടെ ഈ ഒരു റിപ്ലൈ മോഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെയാണ് ഒരു EMA ക്രോസ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം, പരിശോധിച്ച് നോക്കാം. നോക്കൂ, EMA ഇവിടെ നിന്ന് 9 EMA താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് എൻട്രി എടുക്കാൻ പാടില്ല. സോ നമുക്ക് അടുത്ത് വേണ്ടുന്നത് എന്താണ്? നമുക്ക് വെയിറ്റ് ഫോർ 1 candle. അടുത്ത ക്യാൻഡിൽ എവിടെയാണ്? റീട്രേസ്മെൻറ്റ് വന്ന് പിന്നെ ഈ ഒരു ഹൈക്ക് മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ 2-3 ക്യാൻഡിൽ കൺസോൾഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് മുകളിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ എൻട്രി,
ദാറ്റ്സ് അപ്പോൾ എന്ത് എൻട്രിയാണ്? ബൈ എൻട്രിയിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ ഇവിടെ നോക്കൂ, ബൈയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ലഭിക്കാൻ നമുക്ക് നോക്കാം. പക്ഷേ എപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടത്? അടുത്ത ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ തുടക്കത്തിൽ നമ്മൾ എൻട്രിയിലേക്ക് പോവുക. എൻട്രിയിലേക്ക് പോയി എന്ന് സങ്കല്പിക്കുക. ഇവിടെ ഞാൻ ബൈ കൊടുത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ അപ്സൈഡിലേക്കാണ്. ഇപ്പോൾ ബൈ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓപ്ഷൻ ആണെങ്കിൽ ഇത് ഏതാണ്? ഇത് പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടാണ്. പ്രീമിയം ചാർട്ട് ഇൻക്രീസിലാണ്. അപ്പോൾ പ്രീമിയം ചാർട്ട് നമ്മൾ പ്രീമിയം നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ പ്രീമിയം ഇൻക്രീസ് 92 രൂപയിൽ നമ്മൾ എൻട്രി ചെയ്തു. എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണ്? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് പ്രീവിയസ് ഹൈ കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് റീസണബിളി ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അതായത് 92 റുപ്പീസിൽ നമ്മൾ എൻട്രിയാണ്. നമ്മുടെ ലക്ഷ്യം 130 റുപ്പീസാണ്. 130 ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ് അവർ ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. നോക്കൂ, മൂന്നാമത്തെ ക്യാൻഡിലിൽ തന്നെ ഒറ്റയടിക്ക് 130ക്ക് പകരം അത് എവിടെ പോയി നിന്നു? 150. ഒരു സംശയവും വേണ്ട, ഇവിടെ നിന്നടുത്ത് ഇമ്മീഡിയറ്റ്ലി റീട്രേസ് ചെയ്യും. എന്തുകൊണ്ടാണ്? കുറച്ചും കൂടെ കയറുമായിരിക്കാം, വാട്ടെവർ. പക്ഷേ ഇത്രയും ഷാർപ്പായിട്ട് ഒരു സ്പൈക്ക് കൊടുക്കുകയാണ്. നോക്കൂ, 92 രൂപ റേഞ്ചിൽ നിന്നും 150 രൂപയിലേക്ക് പോയിരിക്കുകയാണ് പ്രീമിയം സ്പൈക്ക്. അത് മാത്രമല്ല ഈ ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണും കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മളെ ടാർഗറ്റും കഴിഞ്ഞ് മേളിലേക്ക് പോകുന്നു. നമ്മൾ ആരാംസെ ഇവിടെ നിന്ന് എക്സിറ്റ് പൊസിഷൻ കൊടുക്കുക. എക്സിറ്റ് കൊടുത്തു നമുക്ക് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഇത് ഫ്യൂച്ചേഴ്സിൻ്റെ നോക്കേണ്ടത് പല രീതിയിൽ നമുക്ക് വരും. ഇപ്പോൾ കാണിക്കും നമ്മൾ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റായി. എന്നാൽ ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വീണ്ടും അടുത്ത് നോക്കൂ, എൻ്റെ ഈശ്വര, ഹെവിയസ്റ്റ് ഇതിലേക്ക് പോയി. ഇതൊക്കെ അബ്നോർമൽ സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വളരെ അബ്നോർമൽ കേസസിൽ സംഭവിക്കുന്നതാണ്. നമ്മളെപ്പോഴും നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു മാനേജബിൾ ടാർഗറ്റ്. ബിക്കോസ് ഇവിടെ നോക്കൂ, നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, ഇതൊരു ബോക്സ് റേഞ്ചിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഏരിയ നോക്കൂ, കണ്ടോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസോളിഡേഷൻ ഏരിയയാണ്. അപ്പം നമ്മുടെ ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് താഴ്പോട്ട് നിന്ന് മേളിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം അതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. നോക്കൂ, ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വരച്ചു, പക്ഷെ അതിന് മുകളിൽ പോയി അത്ര ഹൈ മൊമെൻ്റ് ഉള്ളത് കൊണ്ട് അത് വീണ്ടും പോയി. വീണ്ടും അടുത്ത് എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. വീണ്ടും ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് തിരിച്ച് ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്ത് അല്ലെങ്കിൽ ഡോജി ഫോർമേഷൻ നടത്തി അത് തിരിച്ച് താഴ്പോട്ടേക്ക് വരുന്നു. വീണ്ടും അത് മേൽപോട്ടേക്ക് തന്നെ പോവാം. കാരണം അത്ര വലിയൊരു മൊമെൻറ്റം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം മെല്ലെ തിരിച്ച് അത് നോർമലൈസ് ചെയ്ത് വരുന്നു. തിരിച്ച് താഴെ ഇവിടെ വരെ വന്നു, തിരിച്ചു കണ്ടോ, വന്നിട്ടാണ് തിരിച്ച് വീണ്ടും ശക്തമായിട്ട് മുകളിലേക്ക് പോയത്. സോ ദിസ് ഇസ് ഇറ്റ്. നമ്മൾ ഈ രീതിയിൽ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ്സ് വെക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പാഠം എന്താണ്? നമുക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റിനെയും നമുക്ക് റിപ്ലൈ മോഡ് ഉപയോഗിച്ച് കമോഡിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്ഷൻസിലായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഇൻഡിക്കേറ്റർ മാത്രമല്ല, വേറെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും RSI ഡൈവർജൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓസിലേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ MACD ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ VWAPലൊക്കെ നിങ്ങൾ ഏതൊക്കെ ഇൻഡിക്കേറ്ററാണോ നിങ്ങൾ പരിശീലിക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ ഡന്നിൻ്റെ ചാർട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ റിപ്ലൈ മോഡ് ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിംഗ് മോഡ് പരിശീലിച്ച് നോക്കാൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടൂളാണ് ഇത്. സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇൻസ്ട്രുമെൻറ്റ് ഇത് കാണിച്ചു തന്നു. നിങ്ങൾക്കിനി സ്വയം ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും പോയിൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾ 1-2 വട്ടം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ അതൊരു വലിയ ഒരു ഹെൽപ്ഫുള്ളായിട്ട് മാറും. 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ചാർട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്കാൽപ്പിംഗ് മോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ റിപ്ലൈ മോഡ് ഉപയോഗിച്ച് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളാകും. ഓക്കെ, സോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.